Hi everyone, welcome to AM Food Court. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫേമസ് ആയ ഇറ്റാലിയൻ ഡിഷാണ് ബീഫ് ലസാനിയ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഗ്രൗണ്ട് മീറ്റ് 2 കിലോ ഉണ്ട്, മരിനറ സോസ്, മൊസറല്ല ചീസ്, ചെഡാർ ചീസ്, റിക്കോട്ട ചീസ്, ലസാനിയ പാസ്ത, oyster sauce, onion powder, garlic powder, seasoning salt, celery, some carrot, onion, black pepper, salt, thyme, 3 eggs, beef base. ബീഫിൻ്റെ ഫ്ലേവറാണ്. ഇനി ഈ മീറ്റും ഈ പാസ്തയും ആദ്യം കുക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അങ്ങോട്ട് 1 കപ്പ് ഒണിയൻ, 1 കപ്പ് സെല്ലറി, ഇത് ഒരുമാതിരി വഴറ്റുക. ഇതിലോട്ട് 1 ടീസ്പൂൺ സാൾട്ട് ഇടണം. ഈ ഗ്രൗണ്ട് മീറ്റ് അങ്ങോട്ട് ഇടുക. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഗാർലിക് പൗഡർ, some onion powder, seasoning salt, thyme എല്ലാം 1 ടീസ്പൂൺ മതി. ബീഫ് ഫ്ലേവർ, oyster സോസ്, ഇത് 2 ടീസ്പൂൺ വേണം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് മീറ്റ് വേവിക്കണം. അപ്പോൾ ഈ മീറ്റ് വേകുന്ന നേരത്ത് നമുക്ക് പാസ്ത കുക്ക് ചെയ്യാം. പാസ്തയ്ക്ക് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ആ പാസ്ത എടുക്കാം. ഇത് ലസാനിയയ്ക്ക് വേണ്ടിയുള്ള പാസ്ത ആയത്. ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് ആയിക്കോളും. 1 ടീസ്പൂൺ സാൾട്ട് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഹാഫ് വേവായിട്ടുണ്ട്. ഞാനതിനകത്ത് 1 കപ്പ് ബെൽ പെപ്പർ ഇടുവാണ്. ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഞാൻ ഈ 1 കപ്പ് കാരറ്റ് കൂടെ അതിനകത്തിടുക, ചോപ്പ് ചെയ്ത കാരറ്റ്. ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഞാനിത് സ്ട്രെയിൻ ചെയ്യുവാണ്. ഓക്കെ, മീറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളം ഊറ്റിക്കളയും. വെള്ളം ഇതിനകത്ത് ആവശ്യമില്ല. എന്നിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യണം. പിന്നെ അതിനകത്ത് എക്സ്ട്രാ വാട്ടർ ഞാനത് സ്ട്രെയിൻ ചെയ്തു. ഇനി ഇതിനകത്തോട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണം. റിക്കോട്ട ചീസ് അത് കുറച്ചിട്ടാൽ മതി. ഇപ്പം പിന്നീട് ഇടേണ്ടതാണ്. ലസാനിയ സെറ്റ് ചെയ്യുമ്പോൾ ഇടേണ്ടതാണ്. ഈ 1.5 കപ്പ് 1.5 പായ്ക്കൂടെ. അതിലോട്ട് സോസ് ഒഴിക്കുവാണ്. ടൊമാറ്റോന് കുറച്ച് സോസ് വേണം.
അപ്പോൾ സോസ് ഏതാണ്ട് റെഡി ആയിട്ട് ഞാനകത്ത് 1 സ്പൂണ് ഷുഗർ കൂടെ ഇടുക. അത് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ സോസ് വല്ലാതെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മീറ്റ് സോസ് ഇവിടെ റെഡിയാണ്. മീറ്റ് സോസ് ഇത് പാസ്ത കുക്ക് ചെയ്ത പാസ്ത റെഡിയാണ്. ഞാൻ ഈ പാനിലോട്ട് ലസാനിയ സെറ്റ് ചെയ്യുവാണ്. ആദ്യം സ്പ്രേ ചെയ്യുക. അല്പം മീറ്റ് ഇതിൻ്റെ അടിയിൽ ചെയ്യാം. എന്നിട്ട് ആദ്യം പാസ്ത ലെയർ ചെയ്യണം. പാസ്ത ഇങ്ങനെ അടുക്കി വെക്കണം ലെയറായിട്ട്. ആദ്യം അതിന് മീതെ മീറ്റ് ഒഴിക്കണം. പിന്നെ മീറ്റ് സോസ്. ഫസ്റ്റ് പാസ്ത, സെക്കൻഡ് മീറ്റ് സോസ്. പിന്നെ ഈ റിക്കോട്ട ചീസ് ഇടാം. ഇത് 4 കപ്പുണ്ട് മൊത്തം ഇവിടെ. ഇപ്പോൾ റിക്കോട്ട ചീസ് ഇട്ടു. ഇനി അടുത്ത ലെയർ ചീസ് ഇടണം. ചെഡർ ചീസും വൈറ്റ് ചീസും ഇടണം. മസാല ചീസ്. അടുത്തത് മീറ്റ്, 1 സ്റ്റെപ്പ് കൂടെ മീറ്റ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് പാസ്ത. ഇരിക്കുന്ന മീറ്റൂടെ ഇടുക. ഏറ്റവും മുകളിൽ 2 ചീസ് ഇടണം. ചെഡർ ചീസും മസാല ചീസും.
ഓക്കെ, നല്ലോണം കൈകൊണ്ട് ഒതുക്കി. ഓക്കെ, ഇനി ഇച്ചിരി പാഴ്സലി ഗാർണിഷ് ആയിട്ടിടാം. ഈ ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. ഇത്ര ലൂസായിട്ട് കവർ ചെയ്യണം, കാരണം ഈ ചീസ് ഇതിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇത് ഞാനിച്ചിരി ലൂസായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ചീസ് ഇതിലോട്ട് ഒട്ടിപ്പിടിക്കും. വളരെ ടൈറ്റായിട്ട് ഫോയിൽ ചെയ്താൽ, ഇപ്പോൾ ലൂസായിട്ടിരുന്നാൽ അത് നന്നായിട്ടിരുന്നോളും. ഇനി ഇത് 350 ഡിഗ്രിയിൽ ടെമ്പറേച്ചറിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിവിടെ 350 ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ലസാനിയ ട്രൈ വെക്കുക. ഇനി 30 മിനിറ്റ് സെറ്റ് ചെയ്യാം. ടൈമർ 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ് ആയത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഇതിനകത്ത് വെക്കുക. ഈ ചീസൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓവനിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് ഹോട്ടായതുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം കൂൾ ഡൗൺ ചെയ്യാൻ വെക്കണം, എന്നിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലസാനിയ ഇവിടെ കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്യാൻ പോണേ. ആദ്യം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ, പിന്നെ ഇവിടെ ഒരു ലൈനിടാം, കട്ട് ചെയ്യാം. പിന്നെ ഒന്നുകൂടി അതുപോലെ ഈ സൈഡ് ഒന്ന്, പിന്നെ സെക്കൻഡ് കൂടെ, പിന്നെ ഇത് തിരിച്ച് വെച്ച് സെൻറ്റർ കട്ട് ചെയ്യണം. ഒരു ലൈൻ കൂടി ഇടണം. അതുപോലെ ഇവിടെ ഈ സൈഡ് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കും, കട്ട് ചെയ്യണം. ഇതാണ് ലസാനിയ കട്ട് ചെയ്യുന്ന രീതി. അപ്പം നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.